കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ ഒരു കഥകളിക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അരങ്ങിൽ ദേവനായും അസുരനായും മനുഷ്യനായിട്ടുമൊക്കെ പകർന്നാടുന്ന നടന്റെ ചലനങ്ങൾക്കും ഭാവങ്ങൾക്കും ശബ്ദവും മേളവുമായി മാറുവാനുള്ള യാത്രയാണിത്. അസുരവാദ്യമായ ചെണ്ടയിൽ ദൈവീകങ്ങളായ നാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന കഥകളിമേളത്തിലെ ഈ ദേവവാദകൻ തൻ്റെ ഓരോ നിശ്വാസത്തിലും അനുഭവിക്കുന്നതും അറിയുന്നതും കലയെ മാത്രമാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തുടങ്ങി അണിയറയിലൂടെ വളർന്ന് അരങ്ങിലെത്തുമ്പോൾ പ്രകടമാകുന്ന ബൗദ്ധികവും ശാരീരികവുമായ അധ്വാനത്തിൻ്റെ സദ്ഫലങ്ങളാണ് ഉണ്ണികൃഷ്ണൻ എന്ന വാദ്യകലയിലെ വിപ്ലവകാരിയുടെ കലാജീവിതത്തിൻ്റെ കാതൽ. ഇതിൻ്റെ പിൻബലത്തിലാണ് ഓരോ വേഷകലാകാരനും നളനും അർജുനനും രാവണനുമൊക്കെയായി ആടിത്തിമിർക്കുന്നത്. ഉണ്ണികൃഷ്ണൻ അച്ഛനിട്ട പേര്. അപ്പു അച്ഛനും അമ്മയും സഹോദരങ്ങളും നാട്ടുകാരും സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിക്കുന്ന പേര്. എളമ്പിലാവിൽ രാമകൃഷ്ണൻ നായർ അച്ഛൻ്റെ പേര്. മാണിയാട്ട് ദാക്ഷായണി അമ്മയുടെ പേര്. ഞങ്ങൾ മക്കൾ 6 പേരാണ്. 4 ആണ്, 2 പെണ്ണ്. വളരെ കഷ്ടപ്പാടുള്ള കുടുംബമായിരുന്നു ഞങ്ങളുടെ. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി അല്ലെങ്കിൽ ദാരിദ്ര്യ മേഖലയിൽ നിന്ന് എത്ര കണ്ട് താഴെയാണോ അത്ര കണ്ട് താഴെയായിരുന്നു ഞങ്ങളുടെ കുടുംബം എന്നത്. അച്ഛൻ സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരൻ. ഞാൻ കൊട്ടുകാരനാവാൻ കാരണം അച്ഛൻ കൊട്ടുകാരനായിരുന്നു എന്നാണ്. ഞങ്ങളെ കൊട്ട് പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നു. ഈ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും ഞങ്ങൾക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഞങ്ങളെ അന്ന് ഒരു 8 വയസ്സ് 7 വയസ്സ് മുതലൊക്കെ തന്നെ കൊട്ടിക്കാൻ തുടങ്ങിയിരിക്കണം. ഈ കൊട്ടിക്കാൻ തുടങ്ങാൻ കാരണം ഞങ്ങൾക്ക് മോഹം ഉണ്ടായിട്ടോ അദ്ദേഹത്തിന് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടൊന്നുമല്ല. ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് അന്ന് ഒരു നാരായണക്കുറുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കൊട്ടുകാരനായിരുന്നു. അദ്ദേഹം വളാഞ്ചേരി അടുത്ത് തിണ്ടലത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം തിണ്ടലത്താണെങ്കിലും താമസം മിക്കവാറും കുളത്തൂർ ഞങ്ങളെ വീട്ടിലാണ്. അങ്ങനെ ഒരു 10 വയസ്സായപ്പോഴേക്ക് ഞാനും രവിയും കൂടി അരങ്ങേറ്റം കഴിച്ചു. പ്രായംബക അരങ്ങേറി. കുളത്തൂർ ഒരു പടിഞ്ഞാറക്കുളമ്പ് സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറഞ്ഞ ഒരു സുബ്രഹ്മണ്യ കോവിലുണ്ട്. ആ കോവിലിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അരങ്ങേറിയത്. ഒരു 4-5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു കിളിക്കുന്നുകാവ് അമ്പലം. അപ്പോൾ അവിടെ അച്ഛന് അടിയന്തരം ഉണ്ടായിരുന്നു. ഞാനൊരു രീതിയൊക്കെ ഒപ്പം പോകും. അപ്പോൾ അവിടെ അതിൻ്റെ ആ പുഴയുടെ അപ്പുറത്ത് ഒരു ചായക്കട ഉണ്ട്. ആ ചായക്കടയിൽ പോയാൽ ഒരു ചായയും ഒരു കടിയും കിട്ടും. ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. കൂട്ടത്തിൽ അച്ഛന് വേണമെന്നുണ്ടെങ്കിൽ കൊട്ടും ചെയ്യാം എന്നുള്ള കണക്കിൽ ഉള്ള. ഇതിനിടയ്ക്ക് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കുറച്ച് സ്കൂളിൽ പോയിട്ടുണ്ട്. ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നാഷണൽ LP സ്കൂൾ, നാഷണൽ സ്കൂൾ അല്ലെങ്കിൽ നാഷണൽ ഹൈസ്കൂൾ എന്നൊക്കെ പറയുന്ന ഒരു സ്കൂളുള്ളത്. ഈ ഹൈസ്കൂളിലേക്ക് കടന്നപ്പോഴേക്ക് ഡെസ്ക് കിട്ടിയപ്പോഴേക്ക് നമ്മൾ അപ്പോഴേക്ക് കൊട്ട് ഇങ്ങനെ കുറേശ്ശെ അങ്ങനെ കാണാനും പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്.
അവിടെ എന്തെങ്കിലും മലയാളം ഇംഗ്ലീഷും ഹിന്ദിയും ഇതൊക്കെ പറയുകയാണെങ്കിലും നമ്മളതൊന്നും ശ്രദ്ധിക്കില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഈ തല അങ്ങനെ വെച്ചിട്ട് ഈ ഡെസ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുക, അതാണ്. അപ്പോൾ തുടങ്ങി പിള്ളേരിങ്ങനെ പറയും കൊട്ടല് 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 തുടങ്ങി പറഞ്ഞിട്ട് അവസാനം അതാരാ പോണു, അതാ കൊട്ടല പോണു, അങ്ങനെ പോണു, കൊട്ടലെ എന്ന് വിളിച്ചാൽ ഞാൻ വിളിയേക്ക് അങ്ങനെയുള്ള ലെവലിലേക്ക് എത്തി. 7ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലേക്ക് പാസ്സായി. അപ്പോഴേക്ക് ഇവിടെ കലാമണ്ഡലത്തിൽ ഈ അഡ്മിഷൻ്റെ കാലം വന്നിട്ട് അതിന് അപേക്ഷിച്ചു. ഞാൻ പഴയ കലാമണ്ഡലത്തിലാണ് ഇത് ഇൻ്റർവ്യൂ നടക്കലും പിന്നെ ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ചെറുതുരുത്തി ആ പഴയ കലാമണ്ഡലത്തിൽ മുമ്പിൽ ഇത്ര വിശാലമായിട്ടുള്ള ആ റോഡൊന്നുമല്ല, അന്ന് വളരെ ചെറിയ റോഡാണ്. പക്ഷെ അവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പഴയ കലാമണ്ഡലത്തിൻ്റെ മുറ്റം വരെ നടക്കുന്ന ആ നടത്തം എൻ്റെ ഓർമ്മയിൽ അങ്ങനെ മനസ്സിൽ ഉള്ളത് അച്ഛനും ഞാനും സദനം വാസുവേട്ടനും ആണ് ഒപ്പം ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ കൊട്ടിൻ്റെ താല്പര്യങ്ങൾ, അത് സദനം വാസുവേട്ടൻ്റെ കുടുംബത്തിലുള്ള മറ്റു പലരും കൊട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധം ചന്ദ്രപന്നേടേശനും വാസുവേട്ടനും തമ്മിലുള്ള ബന്ധം അത് പിന്നീട് നമ്മൾ ഊഹിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എങ്ങനെയും അങ്ങനെ കൊണ്ടുപോയി അവിടെ ആക്കുന്നതിൽ വാസുവേട്ടനാണ് ഒപ്പം ഉണ്ടായിരുന്നത് എന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ചേർന്നത് അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നത് 72 മുതൽ അപ്പോഴേക്ക് പുതിയ വെള്ളത്തോൾ നഗറിലുള്ള പുതിയ കലാമണ്ഡലത്തിലാണ് അന്ന് കഥകളി വിഭാഗങ്ങളൊക്കെ തുടങ്ങിയിരുന്നത്. അപ്പോൾ അവിടെയാണ് ഉണ്ടായിരുന്നത്. ചന്ദ്രപന്നേടേശൻ, അച്യുതി പുതുവളാശാൻ എന്നീ ആശാന്മാരാണ് ഞങ്ങൾക്ക് പഠിച്ചിരുന്ന കാലത്ത്, അല്ലെങ്കിൽ എന്നെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. പുലർച്ചെ 4:30 ആണ്, 4:30 മുതൽ 6:30 വരെയാണ് സാധകം. അപ്പോൾ 4:30 മുതൽ സാധാരണ ക്ലാസ് എന്നുള്ളതല്ല ശരിക്കും അക്കാലത്ത്. അതാണ് നമുക്ക് ഒരു വ്യത്യാസത്തിലേക്ക് കാലത്തിൻ്റെ മാറ്റം കൊണ്ട് സംഭവിക്കുന്നതാണത്. ഓരോ ആശാന്മാരും കൃത്യമായി അത് നിരീക്ഷിക്കാനും നോക്കാനും, തുടങ്ങുന്നത് തന്നെ വൈകുന്നുണ്ടോ എന്ന് നോക്കാൻ പോലും ആശാന്മാർക്ക് താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങൾ 4:30-ക്കുള്ള ക്ലാസ്സിന് 4:15 തന്നെ ചെണ്ട കളരിയിലെത്തണം. ഈ ആ ചെണ്ടക്കളരി എന്ന് പറയുന്നത് കലാമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഉയരത്തുള്ള സ്ഥലത്താണത്. കണ്ട ആൾക്കാർക്കേ അറിയണ്ടാവുള്ളൂ. എങ്ങനെയും ആ വാതിലിൻ്റെ ഒരു പൊളി ഇങ്ങനെ തുറന്നിരിക്കും, അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ടാവും. അപ്പം തന്നെ നമുക്ക് മിടുപ്പ് തുടങ്ങും. അവിടെ വൈകിയാൽ തുടങ്ങാൻ 4:30-ക്ക് അവിടെ 4:25-ന് തുടങ്ങിയിട്ടില്ലെങ്കിൽ അപ്പോൾ അതിന് വൈകിയതിനുള്ള ശിക്ഷ ഉണ്ടാവും. എന്താ വെച്ചാൽ അപ്പുറത്ത് മറ്റേതെങ്കിലും കളരിയിൽ തുടങ്ങിയിട്ടുണ്ടാവും. രാത്രി ക്ലാസ്സിന് മിക്കവാറും അച്യുതി പുതുവളാശാനായിരിക്കും. സാധകത്തിനും പകലത്തെ ക്ലാസ്സിനും മിക്കവാറും എന്ന് പറഞ്ഞതുപോലെ ചന്ദ്രപന്നേടേശനായിരിക്കും. അപ്പോൾ തായമ്പകയാവട്ടെ കലാശങ്ങളാവട്ടെ ഇത് ആവർത്തിച്ച് കൊട്ടിക്കൊണ്ടേയിരിക്കുക. ഇത്തരത്തിലാണ് പൊതുവിൽ ചിട്ടകൾ നമുക്ക് അറിയുന്നതും അത് പ്രയോഗിച്ചിട്ടാവട്ടെ ഇങ്ങനെ എഴുതിയിട്ടാവട്ടെ അറിയുന്നത്. പിന്നെ അവർ പറഞ്ഞു തരുമ്പോൾ അറിവ്. ഒപ്പം ഇതേപോലെ തന്നെ അന്ന് മുഴുനീള രാത്രി കളികളാണ് ഉണ്ടാവുക. അപ്പോൾ 2 ആശാന്മാരും ഒരു കുട്ടിയും, അതാണ് ഒരു പൊതു സ്വഭാവം ഈ കളികൾക്ക്. ഇനി ഒട്ടുമയച്ചിടുമോ ഞാനും ഇഷ്ടമായി പിശിതം അട്ടി ചെയ്വതിനു കിട്ടി നിന്നൈക തിഷ്ടബലേന കണ്ടാൽ അതിഘോരമാകും ശരീരമിതു മമ കണ്ടായോ. അവരുടെ കളരിയിലത്തെ നിഷ്കർഷ എന്ന് പറഞ്ഞത് ഒരു ശിഷ്യനെ ഏത് തരത്തിൽ പഠിപ്പിക്കണം എന്നതും അതേപോലെ എങ്ങനെ ശാസിച്ച് അവരെ വലുതാക്കണം എന്നതും പോലെ തന്നെ അവരെ കുടുംബങ്ങളുമായിട്ട് അടുപ്പിക്കാനുള്ള ഒരു താല്പര്യം വല്ലാതെ ഉണ്ടായിരുന്നു. ഒഴിവ് ദിവസങ്ങളിൽ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞ്
ചെല്ലാൻ പറഞ്ഞാൽ അവിടുത്തെ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചന്ദ്രബാബു നടേശൻ്റെ ഡ്യൂപ്പാണോ, ഇത് അച്യുനി പ്രകാശൻ്റെ മറ്റൊരു പിന്നെ എന്താ ആളാണോ എന്നൊക്കെ തോന്നും വീട്ടിലത്തെ പെരുമാറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ. അത്ര സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ആഴ്ച കൂടുമ്പോൾ എങ്ങനെയായാലും ഇവരുടെയൊക്കെ വീട്ടിൽ അക്കാലത്ത് പോയിരുന്നു. ഞാനെന്തായാലും ചൊല്ലിയാട്ടക്കളരി കഴിഞ്ഞു വന്നാൽ അത് സ്ഥിരമായി അത് എഴുതി വയ്ക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഓരോ കഥകളുടെയും വേഷങ്ങളുടെയും ചിട്ട എന്താണോ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുതിർന്ന ചേട്ടന്മാരോട് ചോദിച്ച് അത് സംശയം തീർത്ത് അത് പകർത്തി എഴുതി വയ്ക്കുക. കളിക്ക് പോകുമ്പോൾ കൊട്ടാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് നമ്മൾ ഈ ചൊല്ലിയാട്ടക്കളരിയിൽ കൂടെയാണ്. ചൊല്ലിയാട്ടക്കളരിയിൽ അന്ന് രാമൂട്ടി നാരായണൻ്റെ കളരിയിൽ പത്മനാഭദാസൻ്റെ കളരിയിലാണ് ഞാൻ കൂടുതൽ കൊട്ടിയിരിക്കുന്നത്. രാമൂട്ടി നാരായണൻ്റെ കളരിയിൽ ഞാൻ ആദ്യമായിട്ട് കൊട്ടിയത് നരകാസുരത്തിലെ നക്രതുണ്ടി കരിവേഷത്തിനാണ് ആദ്യമായിട്ട് കൊട്ടിയത്. അതുപോലെ തന്നെ ഗോപിയാശാൻ്റെ കളരിയിൽ, വിജയാശാൻ്റെ കളരിയിൽ ഇതൊക്കെയാണ് അന്ന് അവിടെ ചൊല്ലിയാട്ടക്കളരി ആയിട്ടുണ്ടായിരുന്നത്. അവിടെയൊക്കെ സ്ഥിരമായി കൊട്ടുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ മടവൂരാശാൻ്റെ കളരിയിൽ, തെക്കൻ ചിട്ടയുടെ കളരിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കളരികളിൽ കൊട്ടാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ആശാന്മാരുടെ ഒപ്പം നമുക്ക് പിന്നീടൊരു ഭയപ്പാട് ഇല്ലാതെ പെരുമാറാൻ സാധിച്ചിരുന്നു ആദ്യ കാലത്തെ അനുഭവത്തിൽ നിന്നൊക്കെ മാറിയിട്ട്. അപ്പോൾ അങ്ങനെ വളരെ ആശ്വാസമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ആ കോഴ്സ് കാലം 4 വർഷം ഡിപ്ലോമയും പിന്നത്തെ 1 വർഷം പോസ്റ്റ് ഗ്രാജുവേഷനും കോഴ്സ് കഴിഞ്ഞു. ഞാൻ 72 കോഴ്സിന് കലാമണ്ഡലത്തിൽ ചേർന്ന് അതിന് തുടർന്ന് 74 2 കൊല്ലം കഴിഞ്ഞപ്പോൾ രവിയെ കോട്ടയ്ക്കിൽ നാട്യസംഘത്തിൽ ചേർത്തു. കോഴ്സ് കഴിഞ്ഞ് പിന്നീട് ചിന്തയായി. അപ്പോൾ അങ്ങനെ കൾച്ചറൽ സെൻറ്ററിലേക്ക് ഒരു പാട്ടുകാരനെയും ഒരു ചെണ്ടയും വേണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വിവരം കിട്ടി. നമ്പീശാശാൻ എന്നോട് ചെല്ലാൻ പറഞ്ഞു, നിനക്ക് ഞാനൊരു ജോലി തരാം എന്ന് പറഞ്ഞു. സമാധാനമായി, സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഞാൻ കൾച്ചറൽ സെൻറ്ററിലേക്ക് പോയി, എറണാകുളത്ത് ചെന്നു. ജീവിതത്തിനെക്കുറിച്ച് വല്ലാത്തൊരു അനുഭവം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു പാഠം കൾച്ചർ സെൻറ്ററിൽ എറണാകുളത്ത് ഉണ്ടായിരുന്ന കാലത്ത് എനിക്കുണ്ടായിട്ടുണ്ട്. സഹോദരന്മാർ ദാസൻ, വാസു എന്നിവർ ഞങ്ങൾ ഇവിടെ കോഴ്സ് കഴിഞ്ഞതിൻ്റെ അനുബന്ധമായി അവരും അവരുടെ പ്രയത്നങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഒരാൾ വർക്ക്ഷോപ്പ് മെക്കാനിക്കായി സഹായിയായി പോയി, ഒരാൾ പെയിൻറ്റിങ്ങായിട്ട് സഹായിയായി പോയി. 2 രൂപ 1.5 രൂപ ഇതൊക്കെയാണ് അന്ന് കൂലിയായിട്ടോ ശമ്പളമായിട്ടോ എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ കിട്ടിയിരുന്നത്. അതൊക്കെ കൊണ്ട് അമ്മയുടെ പ്രയത്നങ്ങൾ അമ്മ ചെയ്യുന്നു, സഹോദരിമാരുടെ പ്രയത്നങ്ങൾ ചെയ്യുന്നു. പരസ്പരം ഓരോരുത്തരും സഹകരിച്ചുകൊണ്ടും ഓരോരുത്തരും ഒറ്റയ്ക്കായി പ്രയത്നിച്ചുകൊണ്ടും ഒരു കുടുംബത്തെ
മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നേരെ സദനത്തിലേക്ക് ഗാന്ധി സേവാ സദനത്തിലേക്ക് ഇങ്ങനെ അധ്യാപകനെ ചെല്ലാൻ പറഞ്ഞ് പിന്നെ അവിടേക്ക് ആണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. എറണാകുളം കൾച്ചറൽ സെൻറ്ററിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം സദനത്തിൽ ചേരുക ചെയ്തു. അവിടെ 4 കൊല്ലം ഗാന്ധി സേവാ സദനത്തിൽ ജോലി ചെയ്തു. ഗാന്ധിസേവാ സദനത്തിൽ ജോലി ചെയ്തിരുന്ന കാലം എനിക്ക് കുമാരൻ നായരസനുമായിട്ടുള്ള അടുപ്പം, ആ കളരിയുടെ നമുക്ക് സ്വതന്ത്രമായി എന്തെങ്കിലും കൊട്ടാൻ സാധിക്കുക, മറ്റ് കലാമണ്ഡലത്തിൽ സ്വതന്ത്രം ഇല്ല എന്നല്ല പറഞ്ഞത്, നമുക്ക് ആശാന്മാരുടെ ഇതൊന്നല്ലാതെ ഞാനൊരു ആശാനായി എന്നുള്ള ഒരു ഭാവത്തോടു കൂടി പഠിപ്പിക്കാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റേതായിട്ടുള്ള കുറവുകൾ അല്ലെങ്കിൽ പ്രാരംഭത്തിലുള്ള കുറവുകളുണ്ടായിരുന്നു. എങ്കിൽ പോലും നമുക്കതിന് പരിചയം സിദ്ധിക്കാനുള്ള ഒരു ഇടം ആയിരുന്നു ഗാന്ധി സേവാ സദനം എന്നത്. ഞാൻ ഇവിടെ ജൂലൈയിലൊക്കെ മറ്റുമാണ് ചേരുന്നത്. ഡിസംബറിൽ അരങ്ങേറ്റമാണ്, 5-ാമത്തെ മാസം. 5-ാമത്തെ മാസം ഒരു കുട്ടി അരങ്ങേറ്റം കഴിക്കണമെങ്കിൽ ആ ഗുരുനാഥൻ്റെ കഴിവ് അപാരമാണ്. ആ അരങ്ങേറ്റത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നൊന്നും ഒരാൾ അരങ്ങേറ്റം എന്താണെന്നൊന്നും വീട്ടുകാർക്കും കൂടി അറിയില്ല എന്താ അതിനെപ്പറ്റി എന്താ അറിയില്ല. അപ്പോൾ എനിക്ക് ദക്ഷിണ എല്ലാവർക്കും കൊടുക്കാനുള്ള ദക്ഷിണ തന്നതും എൻ്റെ ഗുരുനാഥൻ തന്നെയാണ്, കൊടുപ്പിച്ചതും ഗുരുനാഥൻ തന്നെയാണ്. ആശാൻ കളരിയിലാണ് കയറി വന്നാൽ ഇപ്പോഴും എനിക്ക് ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വിറയ്ക്കുന്ന ഒരു ഘട്ടം ഇനിയും മാറിയിട്ടില്ല. എൻ്റെ പ്രായം ഇങ്ങനെ ആയെങ്കിലും, കാരണം അത്രയും നല്ല കണിശമായിട്ട് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ കഠിന ശിക്ഷ തന്നിട്ട് തന്നെയാണ് പഠിപ്പിച്ചിരുന്നത്. അതിനൊരു സംശയമൊന്നുമില്ലാത്തൊരു കാര്യമാണ്. അതെങ്ങനെയാണെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അഥവാ അടിയോ തല്ലോ ഒക്കെ ധാരാളം കിട്ടും. അത് കഴിഞ്ഞാൽ പുറത്തുകൂടെ ഇറങ്ങിയാൽ തോള് പിടിച്ച് കൊണ്ടുപോകും, വാ നമുക്ക് ചായ കുടിക്കാം. കാരണം ആശാനുള്ള വിഷമം തീർക്കാൻ അതേ വഴിയുള്ളൂ. അപ്പോൾ പിന്നെ ഒരു ചായക്കടയുണ്ട് അവിടെ, അയ്യപ്പേട്ടൻ്റെ ഒരു കട പറയും, അതിൽ കൊണ്ടുപോയി ചായയോ വടയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങിത്തരും. അവിടെ തന്നെ എന്നെ സമാധാനിപ്പിച്ചിട്ടാണ് അടുത്ത ക്ലാസ്സിൻ്റെ ഇത് തുടങ്ങുള്ളൂ ആശാൻ. അങ്ങനെ അത്രയും നല്ല മനസ്സിൻ്റെ ഉടമയാണ്. പിന്നെ അവിടെ മറ്റൊരു സാഹചര്യം എനിക്ക് ഉണ്ടായത്, എല്ലാ മേഖലകളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു. അതെനിക്കൊരു ധാരാളം അനുഭവമായിരുന്നു. അതായത് ഭക്ഷണം വെച്ച് താമസിക്കലായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ മദ്ദളത്തിന് ആളില്ലെങ്കിൽ അവിടെ തോടയം മുതൽ കൊട്ടേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിരുന്നു. അതിലേറെ ചില കഥകൾക്ക് പ്രധാനമായി പാടുന്നത് പോലും ഞാൻ ഉണ്ടായിട്ടുണ്ട്. 1-2 കഥകൾക്ക് ഹരിയും ഞാനും കൂടിയും, അല്ലെങ്കിൽ ഞാനും ഹരിയും കൂടിയും അരങ്ങിൽ പോലും പാടി ഉണ്ടായിട്ടുണ്ട്. എന്നതുപോലെ ചെറിയ കോപ്പ് പണികൾ അക്കാലത്ത് ഗാന്ധി സേവാ സദനത്തിൽ ഉണ്ടായിരുന്നതാണ്. പിന്നെ പുറമെ കളികൾക്ക് പോകുമ്പോൾ ഉള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും എൻ്റെ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് പലപ്പോഴും കുമാരേട്ടൻ എന്നെ ചുമതലപ്പെടുത്തി കളിയുടെ ആൾക്കാരുടെ ലിസ്റ്റ് ഇടൽ, അല്ലെങ്കിൽ അങ്ങനെ പലതും ചുമതലകൾ ഏൽപ്പിച്ചിരുന്നു. ഇങ്ങനെ നല്ല ഒരു ഓർമ്മകളാണ് എനിക്ക് ഗാന്ധി സേവാ സദനത്തിലത്തെ കാലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അക്കാലത്ത് തന്നെയാണ് രവിയുടെ കോഴ്സും ഇതുപോലെ കഴിഞ്ഞ് ഞാൻ 78-ൽ ഗാന്ധി സേവാ സദനത്തിൽ വന്നപ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ രവിയും കോട്ടയ്ക്കിൽ നിന്ന് ഗാന്ധി സേവാ സദനത്തിൽ വന്നു.
ഉണ്ണികൃഷ്ണൻ കൂടെ കൂട്ടുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ഊർജം കൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സഹായമാണ് കൊട്ടിലൂടെ ആ സമയം അങ്ങോട്ട് നിർവഹിക്കുന്നത്. അവിടെ നമ്മൾ 40 കൊല്ലം മുമ്പേ ഏത് തരത്തിൽ ബന്ധപ്പെട്ടിരുന്നു ആ ബന്ധം കൃത്യമായി 100% കാണിക്കാനുള്ള മനസ്സ് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ കൊണ്ടു നടക്കുന്നു. അതിന് പ്രത്യേകിച്ചൊരു കാരണം, ഒന്ന് ഏകദേശം ഒരു കുടുംബ ബന്ധം മാതിരിയാണ് ഞങ്ങളുടെ തുടക്കം മുതൽ ഇതുവരെയും കൊണ്ടു നടക്കുന്നത്. അദ്ദേഹം കഥകളി ചെണ്ട കലാമണ്ഡലം പ്രിൻസിപ്പാളായി റിട്ടയർ ചെയ്തതിന് ശേഷം എൻ്റെ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഈ നിമിഷം വരെ വെറുതെ ഇരിക്കുക എന്നൊരു വിഷയം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തമായിട്ടൊരു ചിന്ത ഈ റിട്ടയർമെൻറ്റിന് ശേഷം ഉണ്ണികൃഷ്ണൻ കൊണ്ടു നടക്കുന്നുണ്ട്. കഥകളിയുള്ള പല വിഷയം, കഥകളി എന്ന പേരിൽ പല കാര്യങ്ങളും ചർച്ചകളും പരിപാടികളും ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കഥകളി മേളം എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് അത് എങ്ങനെ വേണം, എങ്ങനെ അഡ്ഡിക്കട കൊട്ടണം, ഏത് സമയത്ത് എത്രമാത്രം ഘനത്തിൽ ഇല്ലെങ്കിൽ എത്രമാത്രം ലഘുത്വത്തിൽ ചെയ്യണം, ഇത്തരം ഒരു തിരിച്ചറിവ് കഥകളി മേളത്തിന് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ ചെയ്ത ഒരു പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ്. ആസ്വാദകന്റെ മനസ്സിലത്തേക്ക് കഥാപാത്രം എന്ത് അവതരിപ്പിക്കുന്നു അത് ഉൾക്കൊള്ളുന്ന രീതിയിൽ ചെണ്ടയിലെ പ്രയോഗങ്ങൾ വരുത്തി തീർത്തത് കൃഷ്ണൻകുട്ടി പുതാളാശാനാണ്. അത് അച്ചുണ്ണി പുതാള് പിൻപറ്റി അത് കലാമണ്ഡലത്തിലെ പഠന വിഭാഗം ഏറ്റെടുത്തു. കലാമണ്ഡലത്തിൽ പഠിക്കുന്നവരെല്ലാം ആ രീതിയിലുള്ള പ്രവർത്തനം തുടങ്ങി. അതിൽ ഇന്നത്തെ തലമുറയിൽ ഏറെ ശ്രദ്ധേയനാണ് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. മേളരംഗത്തും ഉണ്ണികൃഷ്ണൻ മാറി നിൽക്കേണ്ട ആളല്ല. അദ്ദേഹം കഥകളി രംഗത്താണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. അത് ഉണ്ണികൃഷ്ണൻ തായമ്പോട്ടും അതേസമയം മേളത്തിന് മട്ടന്നൂരിൻ്റെയൊക്കെ വലങ്കയ്യായി നിന്ന് മേളം കൂട്ടുന്ന ഉണ്ണികൃഷ്ണനെ നമുക്ക് നിരവധി വേദികളിൽ കാണാം. എൻ്റെ കൂടെയും ഉണ്ണികൃഷ്ണൻ അല്പസ്വല്പം മേളങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. തൊള്ളായിരത്തി 82 ആഗസ്റ്റ് 2 കലാമണ്ഡലത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്, ആശാനായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ആ ജോലി ലഭിച്ച കാലത്ത് കൃഷ്ണൻകുട്ടി പുതാളാശാൻ അവിടെ ആശാനായിട്ടുണ്ട്. ഇവരുടെയൊക്കെ ആശാന്മയിൽ ഞാൻ അപ്പോഴും എൻ്റെ രൂപം കൊണ്ടും എൻ്റെ ഭാവം കൊണ്ടും അല്ലെങ്കിൽ ഞാൻ എല്ലാം കൊണ്ടും ഞാനൊരു ശിഷ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഔദ്യോഗിക ജീവിതത്തിൽ ആശാനാണ് എങ്കിൽ പോലും എങ്ങനെയാലും ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് ആ ജോലി തുടർന്നു പോയി. പലപ്പോഴും ആശാന്മാർ നിർദ്ദേശിക്കുന്ന കളരിയിൽ പഠിപ്പിക്കാൻ ഇരിക്കുക, ആശാന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് സാധാരണഗതിയിൽ അക്കാലത്തൊക്കെ ചെയ്തിരുന്നുള്ളൂ.
88-ലാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. 83-ലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ സഹധർമ്മിണി കലാമണ്ഡലം സുധയെ ഞാൻ കാണുന്നത് 83-ലാണ്. വർഷം ആണ് പറയണത്. തൻ്റെ മുൻതലമുറ മനസ്സിൽ കണ്ട പല മാറ്റങ്ങളും കഥകളിമേളത്തിൽ പ്രയോഗിക്കുവാൻ ഉണ്ണികൃഷ്ണന് അവസരങ്ങൾ വന്നു തുടങ്ങി. കഥാപാത്രത്തിൻ്റെ സ്വഭാവവും മാനസികാവസ്ഥയും സംഗീതത്തിൽ മാത്രമല്ല മേളാവതരണത്തിലും പ്രതിഫലിക്കണമെന്ന് അദ്ദേഹം ശഠിച്ചു. ഈ ശാഠ്യവും വാശിയും കഥകളിയരങ്ങുകളിലെ നീതിയും നിയമവുമായി മാറുകയും ചെയ്തു. കഥകളിമേളത്തിൻ്റെ സുവർണമായ ഒരു കാലഘട്ടം ഇവിടെ മുതൽ ആരംഭിച്ചു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ താൻ ഉപാസിക്കുന്ന കലാരൂപത്തെ അതിൻ്റെ ആ ശിഷ്യഗണങ്ങൾക്ക് അതിൻ്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതെ, അതിൻ്റെ സാംസ്കാരിക പാരമ്പര്യം നഷ്ടപ്പെട്ടു പോകാതെ സചേതനമായി അവർക്ക് പകർന്നു കൊടുക്കുന്നതിനും അതിനെ ചൈതന്യധന്യമായി അടുത്ത തലമുറയ്ക്ക് കൈമാറത്തക്ക പാകത്തിൽ അവരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിലും വിജയം വരിച്ച ഒരു പ്രമുഖ കലാകാരനാണ് ഉണ്ണികൃഷ്ണാശൻ. കലാമണ്ഡലത്തിൽ അദ്ദേഹം പ്രിൻസിപ്പലായിരിക്കുന്ന കാലത്ത് അദ്ദേഹം അവിടെ 4 മണി കഴിയുമ്പോൾ തന്നെ സാധകം ആരംഭിക്കും. ഈ സാധക സമയങ്ങളിൽ ക്ലാസ്സുകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് പോയി നോക്കുകയും ഓരോ ക്ലാസ്സിലും അദ്ദേഹം ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ സിലബസ് പരിഷ്കരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത പലപ്പോഴും എന്നെ ധരിപ്പിക്കുകയും അത് അക്കാഡമിക് കൗൺസിലിൽ വെച്ച് ആ സിലബസുകൾ പരിഷ്കരിക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ജാഗ്രത പ്രശംസനീയമാണ്. ധാരാളം സെമിനാറുകളും ചർച്ചകളും വിശകലനം വന്നതിന് ശേഷമാണ് ഒരു സിലബസ് രൂപീകരിക്കുന്നത്. അപ്പോൾ 8, 9, 10 വരെയുള്ള സിലബസ്, +1, +2 വേറെ സിലബസ്, ഡിഗ്രി തലത്തിലേക്ക് വേറെ സിലബസ്, MAക്ക് വേറെ സിലബസ്, അങ്ങനെ കഥകളി ചെണ്ടയുടെ പാഠ്യപദ്ധതിയിൽ ഒട്ടനവധി മാറ്റങ്ങൾ സ്വാഭാവികമായും പഴയ കാലത്തിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് വന്നു എന്നർത്ഥം. അങ്ങനെയാണ് കലാശങ്ങൾ, വട്ടമച്ചലാശങ്ങൾ, ഇരട്ടികൾ കൊട്ടിയേറുന്ന ആ സിലബസിനെ സംഘർഷത്തിലേക്ക് എത്തുന്ന വിധത്തിൽ ഈ കഥകളി മേളത്തിൻ്റെ സിലബസിനെ പരിഷ്കരിക്കാൻ സാധ്യത വന്നത് അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ കഥാപാത്രത്തിൻ്റെ, നടൻ്റെ വികാരങ്ങൾ ഉള്ളിൽ ഏതൊക്കെയുണ്ടോ അതൊക്കെ എങ്ങനെ മേളത്തിലൂടെ പ്രകടിപ്പിക്കണം എന്നതിൻ്റെ സിലബസ് രൂപീകരണത്തിൽ അതൊക്കെ വരാൻ സാധിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ച് മുദ്രയ്ക്ക് യോജിച്ച വിധം കൂടിപ്പോവാൻ ശ്രദ്ധ നല്ലോണമുണ്ട്. അതാണ് ഏറ്റവും വലിയ ഗുണം. നമ്മൾ എന്ത് മുദ്രയാണോ കാണിക്കുന്നത് ആ മുദ്ര എന്താണ്, അതിൻ്റെ ആ മുദ്രയുടെ സ്വഭാവം അതാണ് ആദ്യം. ഒരു മേളക്കാരനാണെങ്കിൽ പോലും പാട്ടുകാരനും മേളക്കാരനും അത് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം. അത് പദത്തിനായാലും ആട്ടത്തിനായാലും. അപ്പോൾ അതിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്തും കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ ആ പഠിക്കണ കാലത്തും അതെ, പഠിപ്പ് കഴിഞ്ഞ് അധ്യാപകനായതിനു ശേഷവും അതെ, ഉണ്ണികൃഷ്ണൻ്റെ ഈ അധ്യാപന വൃത്തിയിൽ ഉള്ള വിദ്യാർത്ഥികളിൽ അവർക്ക് ഉപദേശിച്ച് കൊടുക്കുമ്പോൾ ഈ വകയൊക്കെ ഉപദേശിച്ച് കൊടുക്കണമുണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേകതയാണ്. ഉണ്ണികൃഷ്ണൻ ആട്ടത്തിനെ സംബന്ധിച്ച് നല്ലോണം പഠിച്ചിട്ടുണ്ട്. ആട്ടം ആടേണ്ടത്, മുദ്രകൾ, അതായത് ഒരു കഥകളി നടൻ ഏതൊക്കെ ആട്ടങ്ങളാണ് ആടുന്നത്, ആ ആട്ടത്തിന് എങ്ങനെയൊക്കെ കൂട്ടണം എന്നുള്ളത്. ഇപ്പോൾ
2-3 തരമുണ്ടല്ലോ. ഇപ്പോൾ ഒന്നിപ്പോൾ ശൃംഗാരത്തിന് ആട്ടം അല്ലാതെ തന്നെ പദം ആണ് ചോദിക്കുക. കുവലയം ഈ മുദ്രേനെ കാണിക്കുമ്പോൾ സ്വതവേ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ടല്ലോ, ആ ചെണ്ടയമ്പിൽ വരുത്തേണ്ടത് മൃദുത്വമായിട്ടുള്ളത്. അടർന്ന് പറയുമ്പോൾ ശബ്ദം കൂടുതലുണ്ട്, പക്ഷേ ഇതല്ല, അതിൻ്റെ ആ മൃദുത്വം. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഒരു രുമ്മാതിന് ഒരു തിരക്കൽ ഇങ്ങനെ വരുമ്പോഴല്ലോ അതിൻ്റെ കനം, എന്നാൽ കനം കൂടുതലില്ല, പാകത്തുള്ളത്. സുഭദ്രാരൻ അർജുനൻ മാലകളിൽ മുമ്പൊക്കെ ഒരൊറ്റ കൈകൊണ്ടാണ് മേളം കിട്ടാൻ. ഞാൻ പറഞ്ഞു ഉണ്ണീഷ അതാണ് എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറാണ്, തർക്കിച്ചു കൊണ്ട് നിൽക്കലല്ല ഉണ്ണീഷനുള്ളത്. അതുകൊണ്ട് ഉണ്ണീഷന് ദേഷ്യം വരില്ല. ഇപ്പോൾ ഞാനിത് പറഞ്ഞു വെച്ചിട്ട് ദേഷ്യം വരില്ല. എന്തായാലും ഉണ്ണീഷനോട് ഞാൻ പറഞ്ഞു, ഉണ്ണീഷന അത് നമുക്ക് 2 കൈ കൊണ്ട് സാധാരണമായി തന്നെ 2 കൈ കൊണ്ടുള്ള കോല് വെച്ചാൽ കൊട്ടിയിട്ടുണ്ടെങ്കിൽ കനം കുറേ കൂടി കൂടുതൽ കിട്ടില്ലേ എന്ന് ചോദിച്ചു. അതേമാതിരി ഉണ്ണീഷൻ ചെയ്തു. എവിടെ വെച്ചിട്ട് കാരണം വെച്ചിട്ടുണ്ടേ, അതായത് മാലിടണേന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണീഷൻ്റെ അങ്ങേറ്റത്തെ കഴിവാണ് എന്നെ വിജയിപ്പിക്കുന്നത്. ഇതെന്നെ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഇപ്പൊ ത്രിപുടയിൽ വലന്തലമേളം മാത്രം വേണ്ട മാലയിടൽ രംഗത്തിൽ അത് കൈക്ക് കൂടുന്ന രീതിയിൽ വലന്തലയിൽ തന്നെ പുതിയ പ്രയോഗങ്ങൾ നിർമ്മിച്ച് കഥകളിക്ക് അദ്ദേഹം സംഭാവന ചെയ്യുന്നു. കുളമ്പടി ദൂരെ നിന്ന് വരുന്നതും അടുത്തെത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം വരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കൊട്ടിലൂടെ അതിൻ്റെ അനുഭവം പ്രേക്ഷകർക്ക് നൽകാൻ അദ്ദേഹം ശഠിക്കുന്നു. ഈ രീതിയിൽ ഒരു കൊട്ടുഭാഷ പിൻതലമുറക്കാരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു കത്തിവേഷം അരങ്ങിൽ പെരുമാറുമ്പോൾ അതിൻ്റെ ഊർജം തൻ്റെ കൊട്ടിലൂടെ നിർമ്മിക്കപ്പെടേണ്ടതാണ് എന്ന ബോധ്യത്തിന് സമാന്തരമായി തന്നെ ധർമ്മപുത്ര പോലെയുള്ളൊരു വേഷം അരങ്ങിൽ ചെയ്യുമ്പോൾ ആ കൊട്ടിൻ്റെ കനം പരമാവധി കുറച്ച് എങ്ങനെ ഭാവത്തോട് ഇണങ്ങി നിൽക്കാം എന്ന് ചിന്തിക്കുന്നു.
ജനപ്രിയ കഥകളായിട്ടുള്ള നളയരുതമായാലും 4 ദിവസം നളയരുതായാലും അല്ലെങ്കിൽ രുക്മാംഗതേരുതം ഇങ്ങനെയുള്ള കഥകൾ എടുത്തു കഴിഞ്ഞാൽ സന്താനഗോപാലം, കർണശപഥം പോലെ നാടകീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന കർണശപഥം പോലുള്ള കഥകളൊക്കെ എടുത്താൽ നമുക്ക് കാണാൻ കഴിയും. നാടകീയത എന്നത് വളരെ ഔചിത്യപൂർണമായി വിനിവേശിപ്പിച്ചാൽ അതിന് കിട്ടുന്ന ഒരു ഭാവപരമായ ഔന്നിത്യം, ഭാവപരമായ അതിൻ്റെ ഒരു സമൃദ്ധി, അത് ഗോപിയാശാൻ അദ്ദേഹത്തിൻ്റെ അരങ്ങുകളിൽ സുലഭമായി ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നാടകീയ സന്ദർഭങ്ങളെ തീക്ഷ്ണമാക്കാൻ അദ്ദേഹം ഏറ്റവും അധികം അവലംബിക്കുന്നത് മേളത്തെയാണ്. അതിൽ തന്നെ വിശേഷിച്ച് ചെണ്ടയുടെ പ്രയോഗവിശേഷങ്ങളെ. ഇത് നമ്മളെ വളരെ സ്പഷ്ടമാക്കി കാണിച്ചു തരുന്നതാണ് നളയരുതം 2-ാം ദിവസത്തിലെ വേർപാടിൻ്റെ രംഗം. ആ വേർപാടിൻ്റെ രംഗത്തിൽ ഈ കാടിൻ്റെ വന്യതയിൽ തൻ്റെ പ്രിയതമയെ ഉപേക്ഷിച്ച് പോകുന്ന സന്ദർഭത്തിൽ എല്ലാ ദേവന്മാരോടും അഷ്ടദിക്പാലകരോടും എല്ലാവരോടും പറയുകയാണ്, എൻ്റെ പ്രിയതമയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാവിഷ്ടനായിട്ടുള്ള നളൻ്റെ വിഭ്രാമകമായ ഒരു മാനസികാവസ്ഥയെ സ്ഫുടീകരിച്ചുകൊണ്ടാണ് ഈ 2-ാം ദിവസത്തിലെ വേർപാട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൊടുക്കുന്ന മേളത്തിൻ്റെ അതിൻ്റെ ഒരു സാന്ദ്രമായ അവസ്ഥകൾ, അതിൻ്റെ വളരെ ലോലമായ അവസ്ഥ, അതിൽ തന്നെ സൃഷ്ടിക്കുന്ന മൗനത്തിൻ്റെ മുഴക്കം, ഇത് ഈ രംഗത്തെ ഇത്രയധികം നാടകീയമായ രീതിയിൽ തന്നെ സുഭദ്രമാക്കിയെടുക്കുന്നതിൽ ഗോപിയാശാൻ്റെ അഭിനയത്തെ ഏറ്റവും അധികം പിന്തുണച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ്റെ മേളമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ ഉണ്ണികൃഷ്ണൻ തൻ്റെ ചെണ്ടയിലൂടെ കൊട്ടിയും കൊട്ടാതെയും വായിച്ചും വായിക്കാതെയും സൃഷ്ടിക്കുന്ന നാടകീയത, നാടകീയ മുഹൂർത്തങ്ങൾ ഗോപിയാശാൻ്റെ അഭിനയത്തെ കൂടുതൽ കൂടുതൽ സാന്ദ്രമാക്കുന്നത് നമ്മൾ ഓരോ അരങ്ങുകളിലും കാണുന്നുണ്ട്. നാഥ ജനാർദ്ദനം ഭൂതദയ നാഥ ജനാർദ്ദന സാദരം ഭൂതദയ നാഥ ജനാർദ്ദന സാദരം ഭൂതദയ. അരങ്ങയൊക്കെ കളരിയായിട്ടാണ് ഞാൻ എപ്പോഴും കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. നടന്മാർ മാറുമ്പോൾ, കഥാപാത്രങ്ങൾ മാറുമ്പോൾ, അരങ്ങുകൾ പല സ്ഥലത്തായിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ വിവിധ കലാകാരന്മാർ മാറി മാറി പങ്കെടുക്കുമ്പോൾ ഇതൊക്കെ കളരിയായിട്ട് കണ്ട് അത് തനിക്ക് പരിശീലിക്കാനുള്ള ഒരവസരം. എന്നിലൊരു വിശ്വാസം ആശാന് വന്നപ്പോൾ കുഴപ്പമില്ല, തിരക്കേടില്ല എന്നൊക്കെ ആശാൻ പറഞ്ഞ് കേട്ടതായിട്ട് അറിയാം. അപ്പോൾ നമുക്കൊരു സ്വയം ഒരു വിശ്വാസം വരും. അങ്ങനെ എനിക്ക് ആശാൻ്റെ വേഷങ്ങൾ കത്തി വെള്ളത്താടി വേഷങ്ങളായതുകൊണ്ട് കാലം നിലനിർത്തിക്കൊണ്ട് മേളത്തെ ഉയർത്തുകയും അതിൽ എണ്ണങ്ങളെ വളരെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് രാമൂട്ടി നരേശൻ്റെ വേഷങ്ങൾ, പറയാതെ വയ്യ.
അപ്പോൾ ഡഗതിരിക്കെടുത്ത് ഗതിരിക്കെടുത്ത് 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 ഡഗതിരിക്കെടുത്ത് ഗതിരിക്കെടുത്ത് 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 ഡഗതിരിക്കെടുത്ത് ഗതിരിക്കെടുത്ത് 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 ഡഗതിരിക്കെടുത്ത് ഗതിരിക്കെടുത്ത് 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 ഡഗതിരിക്കെടുത്ത് ഗതിരക്കാം ഡഗതിരിക്കെടുത്ത് ഗതിരക്കാം ഡഗതിരിക്കെടുത്ത് ഗതിരിക്കെടുത്ത് 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 ഗോപീശാൻ്റെ ഒരു 30-35 കൊല്ലത്തോളമായുള്ള വേഷങ്ങൾ കൂട്ടുന്നു. അപ്പോൾ ഇതിനൊക്കെ എൻ്റെ കൊട്ടിൻ്റെ സ്വാധീനവും സാധകവും പരമാവധി ഉപയോഗിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാസുവേട്ടൻ്റെ നിരവധി വേഷങ്ങൾ, പരശുരാമൻ പോലുള്ള വേഷങ്ങൾ, സന്താനപാലം പോലുള്ള മിനുക്ക് വേഷങ്ങൾ, ബാഹുകന്മാർ, നരകാസുരനൊക്കെ ഇങ്ങനെ വളരെ ആവേശത്തോടു കൂടി മേളം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വാസുവേട്ടൻ്റെയൊക്കെ. അതിലെപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുള്ളത് ഈ ശബ്ദത്തിൻ്റെ സൂക്ഷ്മത, കൃത്യത എന്നൊക്കെ പറഞ്ഞത് വക്ക് നടു എന്നത് ഞാനത് പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികളോടും പറയാറുള്ളതാണ്. വ്യത്യസ്തമായ ശബ്ദങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കിളികളുടെ ശബ്ദം പലതരത്തിൽ കാണിക്കാറുണ്ട്. ചെണ്ടയിൽ കോല്, ഇടത് കൈയിൻ്റെ കോല് അവിടെ അമർത്തി വെച്ചും ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാം. കോല് ഉരച്ച് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് 2 കോലിൻ്റെയും വക്ക് കൊണ്ട് മാത്രം ഈ കോലിൻ്റെ തലപ്പ് കൊണ്ട് കൊട്ടി, വക്കത്ത് കോലിൻ്റെ തലപ്പ് കൊണ്ട് കൊട്ടി ശബ്ദമുണ്ടാക്കുന്നത്. കൃഷ്ണകുട്ടിപ്പള്ളാശാൻ ചെയ്തിരുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു കഥകളി പ്രയോക്താവിനും ചെയ്യാൻ സാധിക്കാത്തതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒരു പരിധി വരെയെങ്കിലും ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ തുടങ്ങിവെച്ച കഥകളി മേളരംഗത്തെ മാറ്റങ്ങൾ ഉണ്ണികൃഷ്ണൻ ഏറ്റെടുക്കുകയായിരുന്നു. അരങ്ങിലെ കഥാപാത്രങ്ങളുടെ മനസ്സ് ചെണ്ടയിലേക്ക് ആവാഹിച്ച് ഒരു പ്രാർത്ഥന പോലെ, തപസ്സുപോലെ.
പതിനായിരക്കണക്കിന് മുദ്രകൾ ഒരു ദിവസത്തെ കഥകളിയിൽ ചിലപ്പോൾ ഒരു നടൻ ഒരു കഥാപാത്രത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടാവും. നമ്മൾ കളി കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ഒരു മുദ്രയ്ക്ക് ഞാൻ കൊട്ടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള തോന്നൽ ഉണ്ടാവാതിരിക്കണം. കമലാലയേശോ ശ്രീ പത്മനാഭം ഭജത അഞ്ജനാഭം